ഇവിടെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ കഴിയുന്ന രാഹുലിനെ കാണാൻ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പോയി കാണുന്നുണ്ട്. കാണാൻ ഞാൻ തയ്യാറല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അതുകൊണ്ട് കണ്ടില്ല, തിരിച്ചുപോയി. അല്ലെങ്കിൽ കണ്ടേനെ. ഏതോ വഴിപാട്, മൂന്നിൽ മേൽ പ്രാർത്ഥനയൊക്കെ വേറൊരു നേതാവ്. ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മുങ്ങിയപ്പോൾ അവിടെ സ്വീകരിക്കാൻ അവിടുത്തെ KSUക്കാർ പ്രാദേശിക നേതാക്കൾ. ഇപ്പോഴും പിന്തുണയുമായി സൈബർ അണികൾ. VD സതീശന്റെ ബോധ്യം അവർക്കുണ്ടാവാത്ത എന്താണ് ഇപ്പോഴും, വസന്ത്? അല്ല ശ്രീ ഹാഷ്മി, അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ചു പോലും നിലപാടിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വ്യത്യാസമില്ല. ഇനി മൂന്നുമേൽ കുർബാനയും ഈ കാണാൻ പോകുന്ന പ്രാദേശിക നേതാവല്ല, പ്രാദേശിക പ്രവർത്തകനാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പാർട്ടിയിൽ ഒരു ബൂത്ത് ലെവൽ മെമ്പർഷിപ്പിൽ പോലും ഇല്ലാത്ത പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, ഇതൊരു ഒരു ജനക്കടൽ പോലെയുള്ള ഒരു പാർട്ടിയാണ്. അതിൽ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ബൂത്ത് ലെവലിൽ പോലും മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തവർ ചിലപ്പോൾ കാണാൻ പോയിട്ടുണ്ടാവാം. അതിലൊന്നും വലിയ തെറ്റ് ഞാൻ കാണുന്നില്ല. അത് വ്യക്തിപരമായ ബന്ധങ്ങളുടെ പുറത്താവാം. ഇനി മൂന്നുമേൽ കുർബാന നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന് വളരെ കൃത്യമായി യൂത്ത് കോൺഗ്രസ് അതിൻ്റെ നിലപാട് സ്വീകരിച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ OJ ജനീഷ് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാടെന്ന് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും PCCയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫും ഈ പാർട്ടിയുടെ രാജ്യത്തെ തന്നെ രണ്ടാമനായ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അങ്ങയുടെ ഒരു വാക്കിനെ ഞാൻ കോട്ട് ചെയ്യാം. അതായത് അങ്ങ് ഏറ്റവും അവസാനം പറഞ്ഞത് ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നുള്ളതാണ്. അതിൽ ഞാൻ അങ്ങ് ഉദ്ദേശിച്ച അർത്ഥത്തോട് ചേർന്ന് നിൽക്കുകയാണ്. അതായത് ഈ പോരാട്ടം നയിക്കുന്ന, ഈ സെക്ഷൽ പെർവേർട്സിനെതിരായി തുറന്നു പറച്ചിലുകൾ നടത്തുന്ന, അങ്ങനെ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ വേട്ടയാടപ്പെടുമ്പോഴും അതിൽ നിന്ന് ഒരു ഇഞ്ച് കണുക പോലും വ്യത്യാസമില്ലാതെ വീണ്ടും പോരാട്ടം നയിക്കുന്ന യുവതികളോടെല്ലാം നമുക്ക് അതേ വികാരമാണുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ, അതായത് ഇലക്ഷൻ വരുമ്പോൾ മാത്രം അദ്ദേഹത്തിന് തോന്നുന്ന ഒരു കേന്ദ്രവിരുദ്ധതയുണ്ട്. ആ കേന്ദ്രവിരുദ്ധതയ്ക്ക് അനുകൂലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും തലേ രാത്രി മാത്രം ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു സമരമുണ്ട്. ആ സമരവേദിയിൽ അദ്ദേഹം ഈ കപ്പും പിടിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മിക അവകാശമാണ് അത് പറയാൻ അല്ലെങ്കിൽ അത് ഉന്നയിക്കാനുള്ളത്? അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ മുൻ MLA, അദ്ദേഹം തന്നെ നോമിനേറ്റ് ചെയ്ത് ചലച്ചിത്ര അക്കാദമിയിൽ കൊണ്ടുപോയി വെച്ച PT കുഞ്ഞു മുഹമ്മദിനെതിരായി കിട്ടിയ പരാതി 16 ദിവസം തൻ്റെ തലയുടെ അടിയിൽ കാത്തുവെച്ച് പൂഴ്ത്തിവെച്ചിട്ട് ഒടുക്കം അത് നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ എയർ ചെയ്തതിൻ്റെ പുറത്ത്, ആ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് മാത്രം ആ ഓഫീസിൽ നിന്ന് പോലീസിലേക്ക് ചെയ്യപ്പെട്ടിട്ട് 6 മാസമായിട്ടില്ല ശ്രീ ഹാഷ്മി, 3-4 മാസമായിട്ട്. അല്ല വസന്ത്, ഇത് ഒരു പരാതി കൂടുതൽ പീഡനം, ഒരു പരാതി കുറഞ്ഞ പീഡനം, അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞ പീഡനം എന്നൊന്നുമില്ല. എല്ലാം പീഡനങ്ങൾ തന്നെയാണ്. പക്ഷേ നോക്കൂ ശ്രീ വസന്തത്തിലേക്ക്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന പരാതികൾ ബാക്കി നമ്മൾ കേട്ട ഏതെങ്കിലും പരാതിയുമായി താരതമ്യമുള്ളതാണോ? 1 2 3 ഇനി എത്ര ഒരു ആർക്കറിയാം? സമഗ്രമായ ചൂഷണമല്ലേ ഈ പറയുന്ന. എന്താണ് സൺസ്ക്രീന്, ഷൂ, മറ്റേ 10,000 രൂപയുടെ എന്തോ സാധനം, അണ്ടർവെയർ, ഉള്ള സാധനം മുഴുവൻ ഈ പരാതിയിൽ പറഞ്ഞ വീട്ടിലേക്ക് വരുത്തിക്കുക, മേടിപ്പിക്കുക, സമഗ്രമായ ചൂഷണം നടത്തുക, ലൈംഗികാതിക്രമം നടത്തുക, എല്ലാ വൃത്തികളും അതിൻ്റെ പരമാവധിയിൽ ചെയ്യുക. ശ്രീ വസന്തരേക്ക്, ഇത് നിങ്ങളുടെ പാർട്ടിക്കാരനായി നിങ്ങളുടെ പാർട്ടി കൊടുത്ത ബലത്തിൽ വളർന്നു വന്നൊരു നേതാവ് ആ അധികാരത്തിൻ്റെ ബലത്തിൽ നടത്തിയ വൃത്തികേടുകളാണ്. കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ നിന്ന് പുറത്താക്കി എന്ന് കരുതിയതുകൊണ്ട് മാത്രം അങ്ങ് പൂർണ്ണമായി കൈകഴുകി കളയാൻ കഴിയാത്ത നാഭീനാളം എന്തുകൊണ്ട് നിങ്ങൾ തമ്മിൽ? ഒരിക്കലുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പറയുന്ന കമ്പാരിസന്റെ സാധ്യത എവിടെയുള്ളത്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ അയാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി കൈപ്പത്തിച്ചൊന്നും കൊടുത്തു പറഞ്ഞുവിടുന്ന സമയത്തോ അയാൾക്കെതിരായി ഇങ്ങനെ ഇത്രമാത്രം രൂക്ഷമായ പരാതികൾ പാർട്ടിയുടെയോ പൊതുസമൂഹത്തിന്റെ മുമ്പിലില്ല. അതായത് ഞങ്ങൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഞങ്ങൾ വെച്ചു കൊടുത്ത അധികാരമുണ്ടല്ലോ, ആ അധികാരം കൊടുക്കുന്ന സമയത്ത് അയാൾ ഒരു സെക്ഷൽ പെർവേർട്ടാണ് എന്ന് വെളിവാക്കലുകൾ നമ്മുടെ മുമ്പിലില്ല. എന്നാൽ മുകേഷിന്റെ കാര്യത്തിൽ അതാണോ? ഇന്ന് തന്നെ മന്ത്രിസഭയിലുള്ള മന്ത്രി സഹാവ് വീണ ജോർജ് ഇന്ത്യ വിഷന്റെ ആങ്കർ ആയിരുന്ന സമയത്ത് മുകേഷിന്റെ മുൻ ഭാര്യയുമായി നടത്തിയ ഇന്റർവ്യൂ നമ്മുടെ മുമ്പിലില്ലേ? പൂർണ്ണ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടിയ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷം കാലങ്ങൾക്കിപ്പുറത്ത് അതേ മുകേഷിനെ കൊണ്ടുപോയി കൊല്ലത്ത് മത്സരിപ്പിച്ചില്ലേ, പാർലമെന്റിൽ മത്സരിപ്പിച്ചില്ലേ? അപ്പോൾ ഞാനതൊരു താരതമ്യം നടത്തി സമീകരിക്കാനൊന്നുമല്ല ശ്രമിക്കുന്നത്. പക്ഷെ നിലപാടുകൾ അത് കമ്പയർ ചെയ്യപ്പെടും. കോൺഗ്രസ് പാർട്ടി എടുത്തതും CPM എടുത്തതുമായ നിലപാടുകൾ 6 മാസം മുമ്പും 60 വർഷം മുമ്പും CPM ഇത്തരം വിഷയങ്ങളിൽ എടുത്തു വന്ന നിലപാടുകളെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? 6 മാസം മുമ്പ് PT കുഞ്ഞു മുഹമ്മദിനെതിരായി, 16 വർഷം മുമ്പ് മുകേഷിനെതിരായി അടക്കമുള്ള ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുന്ന ആരാണ്? ഇപ്പം അങ്ങ് സൂചിപ്പിച്ചില്ലേ, ഇത്തരം വിഷയങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് ഈ പറയുന്ന തൂക്കുകെട്ടയുമായി ഇറങ്ങി പുറപ്പെട്ട് അതിൻ്റെ തീവ്രത അളക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം എനിക്കോ അങ്ങേക്കോ അല്ലെങ്കിൽ CPM കാർക്കോ ഇല്ല. പക്ഷേ നമ്മൾ ഈ തൂക്കുകെട്ടയുടെ അളവ് എന്ന ഭാഷ കേരള
കേരള രാഷ്ട്രീയത്തിൽ വരുന്ന ജൻസി കുട്ടികൾക്ക് പോലും തീവ്രത അളക്കൽ എന്ന ഭാഷ എങ്ങനെയാണ് സുപരിചിതമായത്? അങ്ങേക്കറിയില്ലേ? ഇന്നത്തെ നമ്മുടെ ജൻസി കുട്ടികൾ, എൻ്റെയോ അങ്ങയോടോ മകനോ മകളോ നാളെ വളർന്നു വരുമ്പോൾ അവർക്ക് പോലും വായിൽ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ പോലും മുമ്പിൽ വളരെ വളരെ ഫെമിലിയറായ വാക്കായി ഈ തീവ്രത അളക്കൽ മാറിയത് ആരാണ്? അതങ്ങനെ ആക്കിയത് ഏത് പാർട്ടിയാ? കോൺഗ്രസ് ആണോ? അല്ലല്ലോ. സ്വന്തം സഹപ്രവർത്തകയായ ഒരു ഡിവൈഎഫ്ഐക്കാരി കരഞ്ഞ് നിലവിളിച്ച് പാർട്ടിക്ക് കൊടുത്തൊരു പരാതി ഉണ്ട് പി ശശിക്കെതിരായി. എന്തായിരുന്നു പി കെ ശശിക്കെതിരായി എന്തായിരുന്നു നിലപാട്? ബാലനും ശ്രീമതി കമ്മീഷനെ വെച്ചു. എന്നിട്ട് ആ കമ്മീഷൻ പാലക്കാടിന് വണ്ടി കയറി അവിടെ പോയി തീവ്രത അളന്ന് അവരുടെ കണ്ണീര് കണ്ടിട്ട് പോലും തിരിച്ചു വന്നിട്ട് പാർട്ടി കമ്മിറ്റിക്ക് കൊടുത്ത റിപ്പോർട്ട് തീവ്രത പോരാ. ഒരുപാട് പറഞ്ഞതാണ്. മാത്രമല്ല ഈ പറയുന്ന അക്രമങ്ങൾക്ക് മുന്നിൽ നമുക്ക് രാഷ്ട്രീയവാദമായി ഉയർത്താമെങ്കിലും ഈ വാട്ടവോട്ടിലൊന്നും ഒരു മറുപടിയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.